50 രൂപയുടെ നോട്ടിൽ വേണ്ട 50 രൂപയുടെ നോട്ടിൽ കാണുന്ന ആ സംഭവമാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതൊക്കെ ഫുള്ള് കളർഫുള്ളാണ്ടാ. ഇതേപോലൊരു ട്രെയിനിൽ ഇന്ത്യയിലെ പല സ്ഥലങ്ങളും കണ്ടുകൊണ്ടുള്ള എൻ്റെ ആദ്യത്തെ യാത്രയാണ്. അതേപോലെ തന്നെ ഈ ഭാരത് ഗൗരവ് എന്ന് പറഞ്ഞ ട്രെയിനിൻ്റെ കേരളത്തിൽ കൂടെയുള്ള ആദ്യ യാത്രയും കൂടിയാണ് കേട്ടോ. അടിപൊളി. ഇത് കണ്ട ഇന്ത്യൻ റെയിൽവേസ് ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ ഉലാറയിൽ. എൻ്റെ അമ്മ നോക്കിയിട്ടില്ല പരിപാടി തന്നെ. ഇതിനകത്ത് മൊത്തം ഇവർ പെയിൻ്റൊക്കെ അടിച്ചാൽ നോക്കിയാൽ നല്ല ഭംഗിയിലാണ് കേട്ടോ. അപ്പം നമ്മൾ എടുത്തേക്കുന്നത് AC കോച്ചാണ് കേട്ടോ. 3rd AC ആണ്. ഈ കംഫർട്ട് എന്ന് പറഞ്ഞ സോണിൽ എടുക്കുമ്പോൾ വരുന്നത്. അപ്പോൾ ഞാനും ബാഗൊക്കെ ആയിട്ട് ഞാൻ ഉള്ളിലോട്ട് കയറുന്നതാണ്. അപ്പോൾ അത് ഞാൻ ബാഗും സംഭവങ്ങളൊക്കെ വെച്ചു. ഏകദേശം 10-250 പേരുണ്ട് കേട്ടോ ഈ ഒരു ട്രിപ്പിൽ. കുറേ പേരുണ്ട് കയറാനായിട്ട്. അവരെല്ലാവരും ഇവിടെ വരിവരിയായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പല സ്ഥലത്തു നിന്നാണ് കേട്ടോ കയറണം. അതായത് തിരുവനന്തപുരത്ത് നിന്ന് കയറുന്നവരുണ്ട്, അതുപോലെ കൊല്ലം, ആലപ്പുഴ, കോട്ടയം. ഇപ്പോൾ നമ്മളിപ്പോൾ എറണാകുളത്താണ് നിൽക്കണം. എറണാകുളത്ത് നിന്ന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ തൃശ്ശൂർ, പിന്നെ അതിന് ഷൊർണൂർ, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ എടുത്തിട്ട് ഏകദേശം 11 ദിവസം നീണ്ടിരിക്കുന്ന ഒരു കിടിലൻ യാത്ര. അപ്പം നമ്മൾ ഈ പോകുന്ന ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു പ്രൈവറ്റ് ട്രെയിനാണ് കേട്ടോ. ഈ ഇന്ത്യൻ റെയിൽവേയുടെ കയ്യിൽ നിന്ന് നമുക്ക് ഇതുപോലെ ട്രെയിൻ ലീസിന് എടുത്തിട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ അങ്ങനെ ഒരു ട്രെയിനാണിത്. അപ്പോൾ ഇതിൻ്റെ പേര് ഭാരത് ഗൗരവ് എന്നാണ്. ശരിക്കും ഇതിന് നേരത്തെ ഭാരത് ദർശൻ എന്ന് പറഞ്ഞിട്ടൊരു ട്രെയിൻ ഉണ്ടായിരുന്നു, ഇതേപോലെ തന്നെ ഒരു പാക്കേജുകൾ നടത്തുന്ന. അത് ആക്ച്വലി IRTCയുടെ കീഴിൽ വരുന്നതായിരുന്നു. പക്ഷേ അതിപ്പോൾ ഇല്ല, അത് നിർത്തി. ഇപ്പോൾ ഉള്ളതാണ് നമ്മുടെ ഈ ഭാരത് ഗൗരവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടൂറിസ്റ്റ് ട്രെയിന്. ശരിക്കും ഒരു കിടിലം പരിപാടി തന്നെയാണ്. അടിപൊളി ട്രിപ്പാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു ട്രിപ്പാണ്. എല്ലാ ട്രിപ്പും സ്റ്റാർട്ട് ചെയ്യണം ആക്ച്വലി മധുരയിൽ നിന്നാണ്. മധുരയിൽ നിന്ന് തുടങ്ങിയിട്ടാണ് പിന്നെ പല റൂട്ടുകൾ വഴി ഇപ്പോൾ കേരളം വഴി ഈ ഒരു ട്രെയിൻ പോകുന്നില്ലേ. അപ്പോൾ അതുപോലെ പല റൂട്ടിലോട്ടും സർവീസുകളുണ്ട്. അപ്പോൾ അത് ആ ularrail.com എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാമെന്നുള്ള കേട്ടോ. ularrail.com എന്നാണ് ആ വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ അതിനകത്ത് ഇനി വരാൻ പോകുന്ന ട്രിപ്പുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. അടിപൊളി ട്രിപ്പുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ട്രാവൽ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് ഇതിപ്പോൾ എടുത്തേക്കുന്നത്, ട്രാവൽ ടൈംസ്. അവർക്ക് ഏകദേശം ഒരു 40-46 വർഷത്തോളം ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ഇതേപോലത്തെ ട്രിപ്പിന് അടുത്ത് തന്നെ ഉണ്ടാവും. അത് ആ വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ അപ്പോൾ അപ്ഡേറ്റ് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് AC-യും സ്ലീപ്പർ കോച്ചും ഉണ്ട്. അത് പല കാറ്റഗറി അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അതിന് വ്യത്യസ്തമായിട്ടുള്ള റേറ്റും ആയിരിക്കും. അതുപോലെ ഈ സിംഗിളായിട്ട് യാത്ര ചെയ്യാം, പിന്നെ ഡബിൾ ഷെയറിങ്, ട്രിപ്പിൾ ഷെയറിങ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഈ പാക്കേജിൻ്റെ റേറ്റിലും വ്യത്യാസമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ട്രിപ്പിൽ ഫുഡും അക്കോമഡേഷനൊക്കെ ഉണ്ട്. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുമ്പോണ്ടല്ല, നോൺ വെജ് ഇതിനകത്ത് ഉണ്ടാവില്ല കേട്ടോ, ഫുള്ള് വെജിറ്റേറിയൻ ആയിരിക്കും. പിന്നെ ഈ ട്രിപ്പിൽ ടൂർ മാനേജർ ഉണ്ടാവും. നമ്മൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ ഓരോ കോച്ചിലും ടൂർ മാനേജേഴ്സ് ഉണ്ട്. അപ്പോൾ അവരാണ് നമ്മളെ ഓരോ സ്ഥലങ്ങളിലോട്ട് കൊണ്ടുപോകണം. അങ്ങനെ പോകാനായിട്ട് ബസ് സർവീസും ഉണ്ടാവും. അപ്പോൾ എല്ലാവരെയും കൂടി ഈ ട്രെയിനിൽ നിന്ന് ബസ്സിൽ കയറി സ്ഥലങ്ങൾ കാണുന്നു, തിരിച്ച് ട്രെയിനിലോട്ട് വരുന്നു. ചില സ്ഥലത്ത് ആ സ്ഥലത്ത് സ്റ്റേ അടിക്കുന്നു. അങ്ങനെയുള്ളൊരു സർവീസാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് സേഫ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഓരോ കോച്ചിലും സെക്യൂരിറ്റി ഉണ്ട്. നമുക്ക് ബാഗൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് പോകാമെന്നേ ഉള്ളൂ, വലിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ CCTV ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഓരോ ദിവസം ഓരോ സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കാനായിട്ട് ഒരു ചെറിയ ബാഗ് കയ്യിൽ കരുതണം നല്ലതാണ്. ഒരു ദിവസത്തെ ഇടാനുള്ള ഡ്രസ്സൊക്കെ നമുക്ക് അതിനകത്തിട്ട് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ മെയിൻ ബാഗ് നമുക്ക് ട്രെയിനിൽ തന്നെ വെച്ചാൽ മതി. അവിടെ സെക്യൂരിറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഒരാൾ ഇത് നോക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവും. രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും എറണാകുളത്ത് നിന്ന് നമ്മൾ പുറപ്പെട്ടിട്ട് അപ്പോൾ തൃശ്ശൂരിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് ഇപ്പോൾ സമയം 8:30. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. കണ്ട ഇഡ്ഡലി ഉണ്ട്, പിന്നെ കേസരി, ഉപ്പുമാവുണ്ട്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വന്നേക്കണം. പിന്നെ അതുപോലെ നമുക്ക് ഒരു വെള്ളം, ഒരു കേസ് കൂടെ തന്നിട്ടുണ്ട്. പിന്നെ കമ്പിളി ഉണ്ട്, പുതപ്പുണ്ട്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഇപ്പോൾ ഒരാളും കൂടി ഉണ്ട് കേട്ടോ, അത് സാറും കൂടി ഉണ്ട്, പരിചയപ്പെടുത്തി തരാം. ഇത് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരാണ്. ഹലോ, എല്ലാവരും നമ്മൾ പരിചയമുള്ളവർ. നമ്മൾ ഷൊർണൂർ എത്തിയേട്ടാ. സമയം 10 മണി. പേരെന്നാ? പേര് ശിവ. ഓക്കെ, അത് നമ്മളുടെ കോച്ചിലെ സെക്യൂരിറ്റിയാണ്. പിന്നെ ഈ കാണുന്നതാണ് പാൻട്രി. നമുക്ക് ഉള്ള ഭക്ഷണം മൊത്തം ഇവിടെ നിന്നാണ് ചെയ്യണം. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്ലെയിം ഇല്ല, ഫ്ലെയിംലെസ് ആണ്. അതായത് തീ ഇല്ലാത്ത അടുപ്പാണ് ഇവിടെ ഉപയോഗിക്കണം. അതായത് ഇലക്ട്രിക്, എല്ലാം ഇൻഡക്ഷൻ കുക്കറില്ല. അതിൻ്റെ വലിയത് നമ്മളെ വീട്ടിലൊക്കെ ചെറുതല്ലേ, അതിന് വലിയ സാധനമൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യണം. എല്ലാ ഫുഡും ഉണ്ടാക്കണതും ഇവിടെ തന്നെയാണ് ഈ പാൻട്രി സർവീസ്. ഇത് 2 ബോഗി പാൻട്രിയാണ്. പിന്നെ സ്ലീപ്പർ ക്ലാസ് വരുന്നത് ഫ്രണ്ട് സൈഡിലാണ്. പിന്നെ AC കോച്ചാണ് ഈ പാൻട്രിയുടെ പുറകിൽ വരുന്നത്. ബാത്റൂമൊക്കെ നമ്മളൊരു സാധാരണ ട്രെയിനിൽ കാണുന്ന പോലെ തന്നെ സെയിം ബാത്റൂമൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ അത് CCTV നോക്കി മോളി കണ്ട, അത് CCTV ആണ്. പിന്നെ അതുപോലെ എനിക്ക് തലോണൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. തലോണ കമ്പിളി സെറ്റപ്പാണ്.
ഇവര് ആക്ച്വലി അപ്പുറത്തെ ട്രെയിനിൽ നിന്ന് എന്നെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന തൃശ്ശൂർ ആ വണ്ടി എങ്ങോട്ട് പോണോ? അത് ഏറനാട്. ആ ട്രെയിനിൽ നിന്ന് കണ്ടിട്ട് ഇപ്പുറത്തോട്ട് വന്നാ. പേരെന്താ ചേട്ടന്? ശ്രീഹരി. ഓക്കെ. കൊയിലാണ്ടി. കാണാം. എല്ലാ ചാനലെല്ലാം കാണലുണ്ട്. അതെ എല്ലാ പരിപാടിയും നല്ല അടിപൊളി. താങ്ക് യു. പേരെന്താ? സുധീഷ്. ഓക്കെ, അടിപൊളി. അപ്പൊ നമ്മുടെ ഒപ്പം ഇപ്പോൾ ഉള്ളത് ശിവപ്രസാദ് സാറാണ് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു ട്രെയിനിന്റെ ഒരു ഇത് പറയാമോ? എന്താണ് ശരിക്കും ഭാരത് ഗൗരവ് എന്നുണ്ട്? ഇത് കേരളത്തിൽ കൂടി ഫസ്റ്റ് ടൈം അല്ലേ? ഇത് കേരളത്തിൽ കൂടെ ആദ്യമായിട്ട് ഓടുന്ന ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ആദ്യത്തെ ഓണം സ്പെഷ്യലായിട്ട് ഓടുന്ന വണ്ടിയാണ്. ഈ കോമ്പിനേഷനിൽ അതായത് AC, 3 സ്റ്റാർ AC, പാൻട്രി, ഫുഡ് എല്ലാം കൂടി ഒരു ട്രെയിൻ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരുക്കിയിരിക്കുന്നത്. ഫസ്റ്റ് വണ്ടി തമിഴ്നാട്ടിൽ ഓടി. അത് വന്ന് കാശിക്ക്, അലഹാബാദ്, പൂരി, കൊൽക്കത്ത, കൊണാർക്ക് പോയിട്ട് വന്നു. ഗോവയ്ക്ക് ക്രിസ്മസിന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വെക്കും. ദീപാവലി ടൈം നമ്മൾ വേറെ പോകും. ഇപ്പോൾ നേപ്പാൾ പോണ ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. നേപ്പാൾ വന്നിട്ടുണ്ടോ? നേപ്പാൾ. അത് പൊളിക്കോട്ടെ, അത് പൊളി പരിപാടിയായിരിക്കും. നേപ്പാൾ വന്നിട്ടുണ്ട്, അത് അടിപൊളിയായിരിക്കും. നന്നായിട്ടുണ്ട്. അത് മുക്തിനാഥൊക്കെ പോയി കാഠ്മണ്ഡു അതുണ്ട്, അടിപൊളി. പിന്നെ നവംബറിൽ ചോദിച്ച മാതിരി നമ്മൾ കേരളക്കൂടെ അടുത്ത ട്രെയിൻ നവംബറിൽ വരാം. വേറെ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന്റെ അപ്ഡേറ്റ് അറിയണേ ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അറിയാം. ഡെഫിനറ്റ്ലി അതിൽ പോയി ചോദിച്ചത് നോക്കിയത് യു ഗെറ്റ് ഓൾ ദ ഇൻപുട്സ്. നോക്കിയാൽ മതി അല്ലേ? ഞങ്ങളിപ്പോൾ കൊച്ചിയിൽ ഓഫീസ് ഉണ്ട്. കൊച്ചിയിലും പിന്നെ ഇവിടെ ഓഫീസ്? കൊച്ചിയിൽ മെയിൻ ഓഫീസ്, ഹെഡ് ഓഫീസ് കേരളത്തിൽ കൊച്ചിയിലാണ്. പിന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെ ഒരു ഏജന്റ് ഉണ്ട്, അവിടെയും ബുക്ക് ചെയ്യാം. കാലിക്കറ്റിൽ ഞങ്ങളുടെ ഒരു ഏജന്റ് ഉണ്ട്, അവിടെയും ബുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ഇതിന്റെ ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസും ആ വെബ്സൈറ്റ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ulaarail.com എന്നാണ്. പിന്നെ അതുപോലെ ഒരു കോൺടാക്ട് നമ്പറും ഉണ്ട്. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചാലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാം കേട്ടോ. ട്രാവൽ ടൈംസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് സാറ് നടത്തുന്നത്. ട്രാവൽ ടൈംസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. ട്രാവൽ ടൈംസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് എൻ്റെ പേര്. ഏകദേശം 46 വർഷം. എത്ര? 46 കൊല്ലം. 1981 സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു കമ്പനി. അപ്പൊ അത്രയും വർഷത്തെ സേവന പാരമ്പര്യം ഉള്ളതാണ്. അപ്പൊ ഇതിനു മുമ്പ് ഭാരത് ദർശനോ അതെങ്ങനെയായിരുന്നല്ലോ? ഇത് വന്ന് 2005 ഈ ഭാരത് ദർശൻ ടൂറിസ്റ്റ് ട്രെയിൻ പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആ 2005 ഫസ്റ്റ് ഇത് നിലവിലേക്ക് വന്നത്. അത് IRCC ഫസ്റ്റ് വണ്ടി. അതിന്റെ ആദ്യം തൊട്ടിട്ട് ഇപ്പൊ വരയ്ക്കും ഞങ്ങൾ 600 വണ്ടി അതിൽ ഓട്ടിയിട്ടുണ്ട്. IRCCക്ക് വേണ്ടി ഞങ്ങൾ ട്രാവൽ ടൈംസ് ആണ് ഈ ഓട്ടിയിരിക്കുന്നത്. കാരണം അതിൽ പറഞ്ഞു പോയാൽ കിട്ടത്തറ ഒരു 100-110 വണ്ടി കേരള വഴിയായിട്ട് പോയിട്ട്. കേരള വഴിയും പോയിട്ടുണ്ട്. അപ്പോൾ കേരള കസ്റ്റമറും കേരള മക്കളുടെ ആവശ്യങ്ങളും അവരുടെ സാപ്പാട് രുചിയും ഒക്കെ ഞങ്ങൾക്ക് നല്ലോണം അറിയും. അതിന് തന്നമാതിരി നമ്മൾ കേരള ഫുഡാണ് കൊടുക്കുന്നത്. ഇത് കമ്പനിയെ പറ്റി ചോദിക്കുമ്പോൾ കമ്പനി ഇസ് എ വെരി ഓൾഡ് കമ്പനി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ്ഡ് ആണ്. പിന്നെ ഓൾ സ്റ്റേറ്റ് ടൂറിസം കോർപ്പറേഷൻ എല്ലാം റെക്കഗ്നൈസ്ഡ് ആണ്. ഇതിൽ പോണവർക്ക് LTC ലഭിക്കാം. അപ്പോൾ അതാണ് ഒരുപാട് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഒരു കമ്പനിയും കൂടിയാണ്. അപ്പോൾ അത്ര എക്സ്പീരിയൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും താങ്ക് യു. ട്രിപ്പാണ്. ഡീറ്റെയിൽസ് ഒക്കെ വിളിച്ചു പറയാം കേട്ടോ. ഓരോ ദിവസത്തെ ഐറ്റിനറി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഇവിടെ മൈക്കിൽ വിളിച്ച് പറയും. ഇപ്പം അടുത്ത ദിവസം കൊണ്ട് വീഡിയോ എടുക്കണം. നമ്മൾ മൈസൂരെത്തി. സമയം വെളുപ്പിനെ 6 മണി. അതൊക്കെ സൂര്യൻ പയ്യെ പൊതിങ്ങി വരുന്നുണ്ട്. നല്ല അടിപൊളി ഒരു സൂര്യോദയം കാണാൻ പറ്റിയ സ്ഥലത്താണ് വണ്ടി നിർത്തിയേക്കണം. നമ്മളിന്ന് മൈസൂരിലെ കുറേ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ പോവും. ആദ്യം പോണത് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ടൊരു ഹോട്ടൽ ഇവർ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ബസ് വരും. ബസ്സിൽ കയറിയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് നമ്മൾ ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി കുളിക്കാം. നമുക്ക് അവിടെ പോയിട്ട് കുളിച്ചിട്ട് റെഡിയായിട്ട് നമുക്ക് മൈസൂരിലെ കുറച്ച് കാഴ്ച കണ്ട ശേഷം നമ്മൾ തിരിച്ച് ട്രെയിനിലോട്ട് തന്നെ വരും കേട്ടോ. നമ്മളിപ്പോൾ മൈസൂർ സ്റ്റേഷനിൽ എത്തിയേട്ടാ. മൈസൂർ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഇറങ്ങിയിട്ട് ബസ്സിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു വരിയായിട്ടാണ് പോണേട്ടാ. 100-150 കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പോൾ പല ബസ്സുകളുണ്ട്. ആ ബസ്സിൽ കയറിയിട്ട് നമ്മൾ ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് പോണത്. റൂമിൽ പോയി ഫ്രഷപ്പായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് ചാമുണ്ഡി ഹില്ല് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തോട്ടാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാമുണ്ടേശ്വര ക്ഷേത്രം എന്ന് പറയും. പുറകെ കാണുന്നത് ചാമുണ്ഡി ഹില്ലിൻ്റെ മുകളിലുള്ള ക്ഷേത്രമാണ്. മൈസൂരിൽ നിന്നൊരു 12 കിലോമീറ്റർ മാറിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഹില്ലിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ മൈസൂരിൻ്റെ കിടിലൻ വ്യൂ ആണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഈ കാണുന്നതാണ് ശ്രീ ചാമുണ്ടേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ള ക്ഷേത്രം. വളരെ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ് കേട്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഒരു നന്ദിയുടെ പ്രതിമയൊക്കെ ഉണ്ട്. അത് വളരെ പഴക്കമുള്ളതാണ്. 2-ാം നൂറ്റാണ്ടിലൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ 100 രൂപയുടെ ടിക്കറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയൊരു ബോർഡ് കണ്ടു. ക്ഷേത്രത്തിൽ കയറാനും പൈസ വേണമെന്ന് തോന്നുന്നു. നമ്മൾ നിൽക്കണ ഈ ചാമുണ്ഡി ഹില്ലുണ്ടല്ലോ, സമുദ്രനിരപ്പിൽ നിന്ന് 3450 അടി ഉയരത്തിലാണ് കേട്ടോ. ഇവിടെ 2 എൻട്രി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ.
30 രൂപയുള്ളൂ ഈ ഒരു ഭാഗത്ത് വന്ന് കയറാനായിട്ട്. അപ്പുറത്താണ് 100 രൂപ. സ്പെഷ്യൽ എൻട്രി എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 2 എൻട്രി ഉണ്ട്. അപ്പോൾ അമ്പലത്തിൽ കയറാൻ പൈസ കൊടുക്കണോ? അങ്ങനെ ഉണ്ടല്ലേ? എൻട്രൻസ് ടിക്കറ്റ് എടുത്തിട്ടാണ് അമ്പലത്തിൽ കയറണം. ഇവിടെ ഇന്ന് ഭയങ്കര ക്യൂവും തിരക്കാണ്ട. ഇവിടെ ഒരു ബോർഡ് വെച്ചേക്കണ്ട, പോക്കറ്റ് അടിയുണ്ട് സൂക്ഷിക്കാന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ്ട. ഇഷ്ടംപോലെ ആൾക്കാരാണ് വന്നേക്കണം. ഒന്നാമത് നമ്മൾ തന്നെ 10-250 പേരുണ്ട്. അപ്പോഴാണ് ഇവിടെ കോക്കനട്ട് ബ്രേക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ആളുകൾ തേങ്ങ ഉടക്കുന്ന സ്ഥലമാണ്. അമ്പലത്തിൽ കയറുമ്പോഴേ ചെരുപ്പ് ഊരി ഇട്ടിട്ട് വേണം കയറാനായിട്ടെ. അപ്പോൾ അത് ചെരുപ്പ് ഇവിടെ സൂക്ഷിക്കാൻ കൊടുക്കാവുന്ന സ്ഥലമാണ് കാണാട്ടാ. ഈ അമ്പലത്തിലോട്ട് ഈ വരുന്ന വഴിയിൽ കുറേ ഷോപ്പുകൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാം, കുറേ സൂവിനിയറും സംഭവങ്ങളും. പിന്നെ ഇതുപോലെ കുറേ പിള്ളേരെ കാണാം. എല്ലാവരും വന്ന് പൈസ വയ്ക്കും. ഇങ്ങോട്ട് വരുന്ന വഴിയിൽ നമുക്ക് മഹേശ്വരേൻ്റെ ഒരു വലിയൊരു പ്രതിമയൊക്കെ കാണാം കേട്ടോ. നമ്മൾ ചാമുണ്ടേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ തിരിച്ചിങ്ങനെ ഇറങ്ങണ വഴിയാണ് വ്യൂ പോയിൻ്റ് ഉള്ളത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഏരിയയിൽ വ്യൂ പോയിൻ്റാണ് ഈ ഒരു ഭാഗത്തുള്ളത്. അപ്പോൾ ഈ ഒരു ഹില്ലിൽ നിന്ന് നമുക്ക് മൈസൂർ സിറ്റിയുടെ കിടിലം കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ മൂട്ടം തിരക്കാണ്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഇവിടെ ക്യൂ നിന്ന് വേണം ഈ ഫോട്ടോ എടുക്കാനായിട്ട്. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, രക്ഷയില്ല. നമ്മൾ ഈ ടെമ്പിളിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ വ്യൂ കാണൽ ഇത്തിരി പാടാണ്ട്. ആ ടെമ്പിളിൻ്റെ മുകളിൽ പോയാലേ നമ്മൾ ഈ വരുന്ന വഴിയിൽ ഈ കാണുന്ന ചെറിയ സൈഡിൽ നിന്നാലേ ഈ വ്യൂ വൃത്തിയായിട്ട് കാണാൻ പറ്റുള്ളൂ. ചാമുണ്ടി ഹില്ല് കണ്ട ശേഷം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കിഡിലിൻ്റെ ഒരു സ്ഥലത്തേക്കാണ്. വേറെ എങ്ങുമല്ല, മൈസൂർ പാലസ്. ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന സ്ഥലമാണ് മൈസൂർ പാലസ്. ഒന്ന് കാണണമെന്ന്. ഇതുണ്ട കിടിലൻ സ്ഥലത്തുണ്ട്. എന്ത് നമുക്ക് അടിപൊളി കൊട്ടാരമുണ്ട്. കൊട്ടാരത്തേക്ക് കയറാൻ ടിക്കറ്റിന് ഒരാൾക്ക് 100 രൂപ വേണ്ട. പിന്നെ 5 പേരൊക്കെ ആണെങ്കിൽ 300 രൂപയും 10 പേരൊക്കെ ആണെങ്കിൽ 400 രൂപ. അങ്ങനെ പല ഡിസ്കൗണ്ടൊക്കെ ഉണ്ട്. താജ്മഹൽ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ചരിത്ര സ്മാരകമുണ്ടത്. ഓരോ വർഷവും 60 ലക്ഷത്തിലധികം ആൾക്കാരാണ് ഈ ഒരു കൊട്ടാരം കാണാൻ വേണ്ടിയിട്ട് വരുന്നത് കേട്ടോ. മൈസൂർ നഗരത്തിന്റെ ഒത്ത നടുക്കായിട്ട് 72 ഏക്കറിലാണ് ഈ ഒരു പാലസ് നിൽക്കുന്നത്. അതിൽ ഈ കൊട്ടാരം നിൽക്കുന്നത് 4 ഏക്കറിലാണ് കേട്ടോ. അതുപോലെ തന്നെ രാജകുടുംബം ഇവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശനം ഉണ്ടാവില്ല. പ്രധാനമായിട്ട് ഈ കൊട്ടാരത്തിന്റെ സെറിമണിയൊക്കെ നടക്കുന്ന സ്ഥലത്തേക്കാണ് ഈ സഞ്ചാരികൾക്ക് പ്രവേശനം ഉള്ളത് കേട്ടോ. 200-ലധികം വർഷത്തെ പഴക്കമുള്ള പീരങ്കികളൊക്കെ ഇവിടെ ഉണ്ട്. അത് ഈ ദസറ സമയത്ത് അത് ആചാരവടിയായിട്ട് അത് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് കമാനങ്ങളും ആർച്ചും ബൾബുകളും താഴികക്കുടവും. ശരിക്കും ഇത് ഇൻഡോ സെറാനിക് ശൈലിയിൽ പണി കഴിപ്പിച്ചൊരു രാജകൊട്ടാരം ഉണ്ട്. അതേപോലെ ഈ ജനാലയൊക്കെ രാജസ്ഥാനി സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. ഈ മൈസൂർ പാലസിന്റെ ശരിക്കുള്ള പേര് അംബാവിലാസ് പാലസ് എന്നാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ പാലസിന്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ഡോം കണ്ട. അതിനകത്ത് ഏകദേശം ഒരു 2.5 കിലോ വരുന്ന ഒരു സ്വർണം കൊണ്ടുള്ള ഫ്ലാഗ് കാണാം കണ്ട. നൽവാടി കൃഷ്ണരാജ വാദ്യരാണ് ഈ പാലസ് പണി തീർത്തപ്പോൾ ഉണ്ടായിരുന്ന രാജാവ്. അതായത് 1912 ഈ പാലസിന്റെ നിർമ്മാണം പൂർത്തിയാവണം. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ അതുപോലെ ഈ മദ്രാസ് ഹൈക്കോടതി കെട്ടിടമൊക്കെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഹെൻറി ഇർവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ തന്നെയാണ് ഈ ഒരു പാലസിന്റെയും ചീഫ് എഞ്ചിനീയർ. ഈ ഒരു കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് 4 ദിക്കിൽ നിന്നും കവാടങ്ങളുണ്ട് കേട്ടോ. ഈ ദസറ സമയത്ത് പ്രധാനമായിട്ടുള്ള അതിഥികളൊക്കെ വേണ്ടി മാത്രം തുറക്കുന്ന ഒരു ഗേറ്റ് ഒക്കെ ഉണ്ട്. ജയമാർത്താണ്ഡ ഗേറ്റ് എന്നാണ് അതിനെ പറയുന്നത്. ഈസ്റ്റ് ഗേറ്റ് ആണ്, അതായത് കിഴക്ക് ഭാഗത്ത് വരുന്ന ഗേറ്റ് ആണ്. നമ്മളെ പോലുള്ള ഈ ടൂറിസ്റ്റുകൾ മെയിനായിട്ട് വരുന്നത് ഈ അംബാവിലാസ് ഗേറ്റ് ഉണ്ട്, സൗത്ത് സൈഡിലുള്ള ഗേറ്റ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മൈസൂർ പാലസ് രാത്രി സമയത്ത് ലൈറ്റ് കത്തും. ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത കാഴ്ച ഉണ്ട്. ഏകദേശം 97,200 ബൾബുകളാണ് ആ ഒരു സമയത്ത് അവർ കത്തിക്കുന്നത്. അത് എപ്പോഴും ഉണ്ടാവാറില്ല, പൊതു അവധി ദിവസങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് അങ്ങനെ ചെയ്യണം. പിന്നെ ഈ പാലസിലോട്ട് പ്രവേശിക്കാനായിട്ട് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ സമയമുണ്ട്. ഈ മൈസൂരിന്റെ സിറ്റി ബസ് സ്റ്റാൻഡ് ഉണ്ട്, അതിനോട് ചേർന്ന് തന്നെയാണ് ഈ പാലസ് ഉള്ള. നമ്മുടെ ഈ കേരളത്തിൽ നിന്നൊക്കെ വരുന്ന ബസ്സുകളൊക്കെ നിർത്തുന്നത് അവിടെ തന്നെയാണ്. കൊട്ടാരത്തിലോട്ടെ ചെരുപ്പിട്ട് കയറാൻ പാടില്ല, അപ്പോൾ അത് സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ഒരു പെയറിന് 2 രൂപ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒക്കെ തിരക്കാണെങ്കിൽ കാണാൻ കണ്ട അവർ ചാക്കിലാക്കി ഇവിടെ വെക്കും. ഈ റൂമിൽ കുറേ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഈ റോയൽ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരുടെ ഫോട്ടോസാണ്. ഇവിടെ കുറേ കാറുകൾ കിടക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ബെൻസ് കാറൊക്കെ ഉണ്ട് അതിനകത്ത്. പക്ഷേ എല്ലാ കാറിനകത്ത് സിമ്പിൾ കണ്ട രാജകുടുംബാംഗങ്ങളുടെ കാറാന്ന് തോന്നുന്നു. അത് കണ്ട ആനക്കൊമ്പ്. അതുപോലെ ഈ ചെയർ വെള്ളിയാണ് കേട്ടോ, വെള്ളി കൊണ്ടുള്ള കസേര. ഈ ചുമര് മുഴുവനും പെയിന്റിങ്സ് ആണ് കേട്ടോ. അന്നത്തെ സൈന്യമാണ് ഈ കാണുന്നത് കണ്ട. ഈ കാണുന്ന സംഭവം കണ്ട, ഇത് അമ്പാരിയാണ്. അതായത് ഈ ആന അമ്പാരി എന്നൊക്കെ പറയില്ലേ, അതായത് ആനപ്പുറത്ത് ഈ അമ്പാരി വെച്ചിട്ടാണ് രാജാവ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം 80 കിലോ വരുന്ന സ്വർണം കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള അമ്പാരിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് കൃഷ്ണരാജ വാദ്യാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാരാജാവിന്റെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ചെയ്തിട്ടുള്ള സ്റ്റാച്ചു ആണ്. ഈ കാണുന്നത് ദർബാർ ഹാളാണ് കേട്ടോ. പൊതുപരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്ന പൊതു ദർബാർ ഹാളാണ്. കുറേ തൂണുകളൊക്കെ ഉണ്ട്, നല്ല കളർഫുള്ള്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ കാണാനൊക്കെ മാർബിളാണ്. ഇതുണ്ട മാർബിള്. വാതിലൊക്കെ ഓക്കെ. എൻ്റെ മോന് ഈ കാണുന്ന വാതിലുണ്ട
അത് മുഴുവനായിട്ടും വെള്ളിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വെള്ളി സിൽവർ ഡോറാണ് ആ കാണുന്നത്. ഈ കാണുന്നത് ദസറ നടക്കുന്ന സമയത്ത് ആനകൾ ധരിക്കുന്ന ഓർണമെന്റ്സ് ആണ്. ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ നല്ല ഹെവി വെയിലായിരുന്നു, രക്ഷയില്ല, ചുട്ടുപൊള്ളണേ. അപ്പം ഞാൻ കയ്യിൽ മറ്റേ സാധനമൊക്കെ എടുത്തിട്ട് ഒരു ചെറിയ ഗ്ലാസ് എടുത്ത് വെച്ച് ഇവിടെ വന്നു കഴിഞ്ഞാലേ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം. ഒരു രക്ഷയില്ല, ഭയങ്കര ഭംഗിയല്ലേ ഈ ഒരു പാലസ് കാണാനായിട്ട്. പക്ഷേ ഫോട്ടോ എടുത്തരാൻ ആരും കാണാനില്ല. നമുക്ക് തൽക്കാലം സെൽഫി എടുക്കാം. അപ്പോൾ നമ്മൾ ട്രെയിനിൽ മാത്രം ഒരുക്കില്ല കേട്ടോ ഫുഡ്, ഇടയ്ക്ക് ഇതേപോലത്തെ ഹോട്ടലിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു ഹോട്ടലാണ് മൈസൂർ തന്നെയുള്ള. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നേക്കാണ്. 250 പേർക്കുള്ള ലഞ്ച് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരേ റേഞ്ച് തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ AC എടുത്താലും അല്ലെങ്കിൽ ബഡ്ജറ്റിലാണ് വന്നാലും ഫുഡൊക്കെ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. ഈ സാധനം കൊള്ളാലോ അടിക്കണത്, നമ്മുടെ പെരുന്നാൾക്ക് പണ്ടുണ്ടായ സാധനം മുതലേക്ക് ഉണ്ടല്ലോ. അപ്പൊ നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് സെന്റ് ഫിലോമിനാസ് കത്തീഡ്രലാണ്, മൈസൂർ അതിരൂപതയുടെ കീഴിൽ വരുന്നുണ്ടത്. ഈ ഒരു പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളികളിൽ ഒന്നാണ് ഈ ഒരു ചർച്ച് എന്ന് പറയുന്നത്. ഈ ഒരു പള്ളിയുടെ മുൻഭാഗത്ത് കാണുന്ന ഈ വലിയ 2 ടവറിന് 175 അടി ഉയരമുണ്ട് കേട്ടോ. അതായത് 53 മീറ്റർ ഉയരം. 1936 നിയോ ഗോത്തിക് സ്റ്റൈലിലാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഈ പള്ളിയുടെ അൾത്താരയുടെ ഭാഗത്തു നിന്ന് നമുക്ക് താഴത്തോട്ട് ഇറങ്ങിയിട്ട് ഭൂമിയുടെ അടിയിൽ കൂടി ഇങ്ങനെ വന്ന് ഇതിലേക്കൂടി പുറത്തേക്ക് വരാനുള്ള സംവിധാനം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് കുറേ കല്ലറകളാണെന്ന് തോന്നുന്നു. അപ്പുറം ഇപ്പുറമൊക്കെ നമുക്കിങ്ങനെ കാണാം. പഴയ ഒരു പള്ളി ആയതുകൊണ്ടേ പണ്ട് കാലത്തുള്ള സ്റ്റെപ്പ് നോക്കി, ഈ പഴയ കാലത്തെ ഗോത്തിക് ശൈലിയിലുള്ള ഒരു സ്റ്റെപ്പാണ് ഇതുണ്ടോ. നമ്മളിപ്പോൾ KRS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാം കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അത് ഈ കാവേരി നദിയുടെ കുറുകെയുള്ള ഒരു ഡാമാണ് കേട്ടോ. പഴയ പണ്ട് കാലത്തുള്ള ഡാമാണ്. ഈ കാണുന്നത് കാവേരി നദിയാണ് കേട്ടോ. കാവേരി നദിയുടെ കുറുകെ നമ്മൾ ക്രോസ് ചെയ്താണ് ആ ഡാം കാണാൻ പോണത്. ഇതേ ദൂരെ നമുക്ക് ഡാം കാണാം കേട്ടോ. എൻ്റെ അമ്മ അത് ഓപ്പണാണ്, തുറന്നിട്ടേക്കാണെന്ന് തോന്നുന്നു. ഇത് പക്ഷേ ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്, ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. 50 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മളിതേ ഇതിൻ്റെ ഉള്ളോട്ട് കയറിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ കാണുന്നത്. കണ്ട അടിപൊളിയല്ലേ? ഒരു ഫൗണ്ടൈനൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണാണ് ഡാം, ആ നേരെ കാണുന്ന ഡാമാണ്. നല്ല നീളമുണ്ട് കേട്ടോ, ഇതുണ്ടോ. അപ്പം നമ്മൾ വന്നിരിക്കുന്ന ഡാമിൻ്റെ പേരാണ് KRS. KRS എന്ന് പറഞ്ഞാൽ കൃഷ്ണരാജ സാഗര എന്നാണ് കേട്ടോ. അതായത് മൈസൂർ രാജാവിൻ്റെ പേരാണത്. അപ്പോൾ ആ രാജാവിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ ഒരു ഡാമാണ്. അതുകൊണ്ടാണ് ഇത് KRS ഡാം എന്ന് അറിയപ്പെടുന്നത്. കാവേരി നദിയിൽ 1924 ഈ ഡാം പണിയണം. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സിമെൻ്റ് അല്ല ഉപയോഗിച്ചേക്കണത്, ഇത് സുർക്കി മിശ്രിതമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡാമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളം ഉയരുന്നതിനും താഴുന്നതിനും അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ഗേറ്റുകൾ ഈ ഒരു ഡാമിന് ഉണ്ടെന്നുള്ളതാണ്. അത് 8 എണ്ണം വീതമുള്ള 6 സെറ്റുകളായിട്ട് 48 ഗേറ്റുകളുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ താമസിക്കുന്ന എല്ലാവർക്കും ഇവിടെ നിന്നാണ് കുടിക്കാനുള്ള വെള്ളം വരുന്നത്. അതുപോലെ തന്നെ മൈസൂർ സിറ്റിയിലോട്ടും വെള്ളം പോകുന്നത് ഈ കാണുന്ന ഡാമിൽ നിന്ന് ശേഖരിച്ച് വെച്ചിട്ടുള്ള വെള്ളത്തിൽ നിന്നാണ്. അങ്ങോട്ടേക്കുള്ള കുടിവെള്ളത്തിനുള്ള എല്ലാ ആവശ്യത്തിനുള്ള വെള്ളം ഇവിടെ നിന്നാണ് എടുക്കണം. പിന്നെ ഈ ഒരു ഡാമിൻ്റെ ചീഫ് എഞ്ചിനീയർമാരിൽ ഒരാളായിരുന്നു M വിശ്വേശ്വരയ്യ. വേറൊരു കാര്യമുള്ളത്, അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് കേട്ടോ. സെപ്റ്റംബർ 15-നാണത്. പിന്നെ ഈ ഡാമിനോട് ചേർന്ന് തന്നെയാണ് വൃന്ദാവൻ ഗാർഡൻ ഉള്ളത്, പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ, പിന്നെ ഇതിനകത്ത് മ്യൂസിക്കൽ ഫൗണ്ടൈൻ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യങ്ങളുള്ളത്, ഈ ഡാമിനോട് ചേർന്ന് തന്നെ രംഗനാഥി ടു ബേർഡ് സാങ്ച്വറി ഉണ്ട് കേട്ടോ. നമ്മൾ ഈ നിൽക്കുന്ന വൃന്ദാവൻ ഗാർഡൻ ഉൾപ്പെടുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ആക്ച്വലി ഇതൊരു ഐലൻഡ് പോലെ നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടാ. ഇതിന് തൊട്ടപ്പുറത്ത് നേരെ കാണുന്നത് ഈ ഒരു ഡാമാണ്, ഡാമിൻ്റെ റിസർവോറാണ്. ആ ഡാമാണ് ഇങ്ങനെ പോണത് കണ്ടാ. ഭയങ്കര നീളമുണ്ട് ഇതിന്. 2620 മീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞത്. അതായത് 8600 അടി നീളമുണ്ട് ഈ ഡാമിന്. അതേപോലെ തന്നെ 131 അടിയാണ് ഈ ഡാമിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ഡാം ആക്ച്വലി നേരെ അവിടെയാണ്, മെയിൻ ആ ഭാഗമില്ലേ തുറന്നിട്ടുള്ള ഭാഗം അവിടെയാണ്. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, റോയൽ ഓർക്കിഡ് എന്ന് പറഞ്ഞിട്ട്. ഇതൊരു 5 സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ. ഈ ഡാമിൻ്റെ മുകളിലോട്ട് പോകാനുള്ള വഴി ഈ കാണുന്നതാണ്. പക്ഷെ അങ്ങോട്ടേക്ക് പബ്ലിക്കിന് അതുപോലെ ടൂറിസ്റ്റിനൊന്നും എൻട്രി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡുണ്ട് കണ്ടോ. ടോപ്പിലോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വെള്ളം അങ്ങനെ തുറന്നു പോകുന്ന സീൻ കാണാനായിട്ട് സാധിക്കില്ല കേട്ടോ. അതൊരു അടിപൊളി കാഴ്ച തന്നെയാണ്. ദൂരെ നിന്ന് കണ്ടപ്പോൾ നമ്മൾ ആ റോട്ടിൽ നിന്ന് കണ്ടായിരുന്നു. കിടിലൻ കാഴ്ചയാണ്, പക്ഷേ കാണാൻ നിവർത്തിയില്ല. അപ്പോൾ ഇദ്ദേഹമാണ് മൈസൂർ രാജ്യത്തെ മഹാരാജാവായിരുന്ന ഹിസ് ഹൈനസ് മഹാരാജ ശ്രീ കൃഷ്ണരാജ വാദ്യാർ ബഹദൂർ എന്ന് പറഞ്ഞിട്ടുള്ള മഹാരാജാവ്. ഇദ്ദേഹം മരിച്ചത് 1940-ലാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ നോർത്തേൺ ഗാർഡൻ്റെ ഭാഗത്ത് ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട്. ഒരു ഭയങ്കര സംഭവം എന്ന് പറയാനില്ല എന്ന് തോന്നി, എന്നാലും ജസ്റ്റ് ഒന്ന് കാണാം. ഒരു 10 മിനിറ്റ് അങ്ങോട്ട് ഉണ്ടാവുള്ളൂ, ഒരു 7 മണിയാകുമ്പോൾ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ച് ഈ കാണുന്ന പാലം കണ്ട, ഈ പാലത്തിൽ കൂടി നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്കാണെങ്കിൽ ബോട്ടിനും വരാം കേട്ടോ. 40 രൂപ കൊടുത്താൽ ഇങ്ങോട്ട് ബോട്ടിന് വരാം, ഒരു 40 രൂപ കൊടുത്താൽ അങ്ങോട്ട് തിരിച്ചും പോവാം. അപ്പോൾ ഞാൻ ഒരു സൈഡ് മാത്രമേ 40 എടുത്തുള്ളൂ, ബാക്കി ഈ പാലത്തിൽ കൂടി അങ്ങനെ നടക്കാം എന്ന് വിചാരിച്ചു. ഒരു 1/2 കിലോമീറ്റർ കാണുമെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഈ സൈഡിലോട്ട് നോക്കുമ്പോൾ ഇന്ത്യൻ ഫ്ലാഗ് ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട് കണ്ടോ ആ ഡാമിനകത്ത്. നമ്മളിന്ന് വന്നേക്കുന്നത് ശനിയാഴ്ച ആയതുകൊണ്ടാണോ എന്നറിയില്ല,
ഒരു ലോഡ് മനുഷ്യരാണ് കേട്ടോ. എൻ്റെ പൊന്നു, തിക്കും തിരക്കും ബഹളമാണ്. ആയിരക്കണക്കിന് പേരാണ് ഇവിടെ വരുന്നത്. പ്രത്യേകിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും ഭയങ്കര തിരക്കാണ്. ഇരിക്കണം എന്താണെന്ന് അറിയാമോ, ഞണ്ട് അടിപൊളി. ഓക്കെ, അങ്ങനെ നമ്മൾ മൈസൂരിൽ നിന്ന് ഇപ്പോൾ ഹംപിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസമാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യണം. ഏതായാലും മൈസൂരിലെ കുറേ കാഴ്ചകൾ കണ്ടു. ഇനിയുണ്ട് കേട്ടോ മൈസൂർ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും കുറേ സ്ഥലങ്ങൾ പോകാനൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ചെറിയൊരു ഒരു ദിവസത്തെ വിസിറ്റ് മാത്രമല്ലേ ചെയ്തോളൂ. ചോളം കൃഷിയാണ് കാണാം, ചോളം. പിന്നെ പോണ വഴി കുറേ കാര്യങ്ങൾ കാണാം. ഇത് കരിമ്പ് കൃഷി, കുറേ കൃഷിയൊക്കെ ഉണ്ട്, നല്ല രസമാണ്. പിന്നെ ഇന്നലെ ട്രെയിൻ രാത്രി 11 മണിക്കാണ് വന്നത്. അതിന് നമ്മൾ ട്രെയിനിൽ കയറി. വൈകിട്ട് ഫ്രഷപ്പിനുള്ള സെറ്റപ്പ് ഇല്ല, ഫ്രഷപ്പൊക്കെ ഇവിടെ തന്നെയാണ്, ട്രെയിനിൽ തന്നെ. ഇന്നും കുളിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല. ഈ ട്രെയിനിൽ കുളിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ട്രിപ്പ് നടത്തുമ്പോൾ നമുക്ക് മറ്റേ വെറ്റ് ടിഷ്യൂ കിട്ടും, വെറ്റ്. അപ്പോൾ അത് വെച്ച് മേല് ഉടയ്ക്കാനുള്ളൊരു സംവിധാനം ഒക്കെ നമ്മൾ മുൻകൂട്ടി കരുതുക. അപ്പോൾ ട്രെയിൻ യാത്രയിൽ പൊതുവെ ഇങ്ങനെ തന്നെയാണ്. അല്ലെങ്കിലും നമുക്ക് കുളിക്കാൻ പറ്റണമെന്നില്ലല്ലോ. സമയം രാവിലെ 10 മണി. നമ്മൾ ഹൊസാപ്പേട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്, അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഹംപിയിലോട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് വണ്ടി വരും. 10 പേർക്ക് കയറാൻ പറ്റുന്ന വണ്ടിയാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ കുറേ വണ്ടികളുണ്ടാവും. നമ്മൾ 250 പേരുണ്ടല്ലോ, അതിൽ കൂടുതലുണ്ട്, 275 എത്ര ആൾക്കാരുണ്ട്. അപ്പോൾ ആ വണ്ടിയിൽ നമ്മൾ ഹംപി കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഹംപി ആക്ച്വലി ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ 4-5 ദിവസമൊക്കെ വേണമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ഹംപിയിലെ കാണാൻ പോകണം. അപ്പോൾ ഇപ്പോൾ വന്നല്ലോ കേട്ടോ, സമയം 10 മണിയായിട്ടുള്ളൂ. ഒരു 10:30 ആകുമ്പോഴേക്കും നമ്മൾ ഇറങ്ങാനുള്ള പ്ലാനാണ്. അതെ, നമ്മുടെ ട്രിപ്പിൽ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. വൺ ഇയർ ബേബി ഉണ്ട്. അടിപൊളി. അപ്പൊ ഈ കാണുന്ന വണ്ടി ഉണ്ട്, ഇത് മൊത്തം നമുക്ക് പോകാനുള്ളതാണ്. നമ്മുടെ ടീമിനാണ് പോകണം, വേറെ വണ്ടി പോകണം. അപ്പൊ ഇങ്ങനെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ നമ്പർ നോക്കിയാണ് നമ്മൾ വണ്ടി കയറേണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മൾ ബസ്സിലാണല്ലോ പോയത്, 50 പേരുടെ. പക്ഷെ ഇവിടെ ചെറിയ ചെറിയ വഴികളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഈ ചെറിയ 10 പേരുടെ വണ്ടി ആക്കിയേക്കണം, ഫോഴ്സിന്റെ വണ്ടി. ഇവിടെ ഒരു ഇലക്ട്രിക് വണ്ടി ഉണ്ടേ, അപ്പ് ആൻഡ് ഡൗൺ 20 കൊടുത്ത് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും. ഈ ഇലക്ട്രിക് വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇവിടം വരെയാണ് വരുന്നത്. 20 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നത്, അപ്പ് ആൻഡ് ഡൗൺ. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഇപ്പോൾ ഒരു ഗൈഡ് ഉണ്ട്, ഗൈഡിന് 50 രൂപയാണ് ഒരു മണിക്കൂറത്തേക്ക്. അപ്പോൾ നമ്മളൊരു ഗൈഡിനെയും കൂടി എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കാൻ 40 രൂപയാണ് ഒരാൾക്ക് വരുന്ന റേറ്റ് കേട്ടോ. ഇതാണ് എൻട്രി. ആക്ച്വലി നമ്മുടെ ഗൈഡ് പറയുന്നത് ഹംപി കണ്ടു തീർക്കാനായിട്ട് 6 ദിവസമെങ്കിലും വേണമെന്നാണ്. ഇവിടെ 83 മോണുമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 6 ദിവസത്തെ സംഭവമാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് ഒരു ദിവസം കൊണ്ട് കാണാം. ഈ കാണുന്നതേ ഒരു ഭജന മണ്ഡപമാണ്, പ്രയറൊക്കെ നടക്കുന്നത്. അതേപോലെ ഇത് കല്യാണ മണ്ഡപമാണ്. പിന്നെ ഇത് മ്യൂസിക്കൽ പില്ലേഴ്സാണ്, 66 പില്ലേഴ്സ് ഉണ്ട്. ഇതിനകത്ത് 47 പില്ലറുണ്ട്. പിന്നെ ഇത് കിച്ചനാണ്. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഇത് ഒരു ഗൈഡിന് എടുത്താൽ മാത്രമേ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഈ കാണുന്നതേ കല്ലുകൊണ്ടുള്ള ഒരു രഥമാണ് ഈ കാണുന്നത്. പക്ഷെ നിങ്ങളിത് കണ്ടിട്ടുണ്ട് എവിടെയെന്നറിയാമോ? 50 രൂപയുടെ നോട്ടിൽ വേണ്ട, 50 രൂപയുടെ നോട്ടിൽ കാണുന്ന ആ സംഭവമാണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ട്? ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളർ ഉണ്ടായിരുന്നേ. ഇത് സൂക്ഷിച്ചൊക്കെ കാണും, റെഡ് കളറൊക്കെ ഉണ്ട്. അത് ഈ വെജിറ്റബിൾ ഓയിലൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ കളറ് കാലക്രമേണ അത് പോയി. ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ കണ്ട റെഡ് കണ്ട. അപ്പോൾ ഇത് ഫുള്ള് ഇതുപോലെ കളർഫുള്ളായിരുന്നു കേട്ടോ. ഇത് മാത്രമല്ല പല ബിൽഡിങ് ഇതുപോലെ കളറായിരുന്നു. പക്ഷെ ആ കളറൊക്കെ പിന്നീട് പോയതാണ്. അപ്പോൾ 50 രൂപയുടെ നോട്ടിൽ കാണുന്ന ആ സംഭവമാണ് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ട, കല്ലുകൊണ്ടുള്ള രഥമാണ്. ഈ കാണുന്നത് ചെമ്പകമരം ഉണ്ടായി കണ്ട. എങ്ങനെയുണ്ട് അതിനകത്ത് ഇരുന്നിട്ട്? നല്ല സുഖമുണ്ടല്ലേ? ഇത് ഈ ബാക്ക് സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ള ചെയറാണ്ടത്. കറക്റ്റ് സ്ട്രെയിറ്റ് ആവുമല്ലേ നടു. പണ്ടുള്ളവരെ ഉണ്ടാക്കി വെച്ച പരിപാടി കണ്ടല്ലേ. ഇതൊരു ടെമ്പിളാണ് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കണത് പഴയ കാലത്ത് ഒരു ടെമ്പിളിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഇവിടെ ആയിരുന്നു ആ ഒരു പ്രതിമ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ആ സ്റ്റാച്യു ഒന്നും ഇല്ല. ഇവിടെ ഭയങ്കര മൂത്രത്തിൻ്റെ മണമാണ്. ആൾക്കാർ മൂത്രം കഴിക്കേണ്ടതാണ് തോന്നുന്നു. അപ്പോൾ ഈ കാണുന്നത് കണ്ട ഒരുപാട് വർഷം പഴക്കമുള്ള നിർമ്മിതിയാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാലോ. അപ്പോൾ അതിനകത്ത് കുറേ വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ കൊത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് പണ്ട് രാജാക്കന്മാരുണ്ടായിരുന്ന സമയത്ത് ഏതാണ്. പുതിയ കാലത്തൊരു നിർമ്മിതി ഇവർ കാണിച്ചറിയാൻ എന്തായാലും വന്നാലേ. ഇത് കണ്ട, ഇത് ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്. ഇഷ്ടിയൊക്കെ വെച്ചിട്ട് സിമെൻ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വാവ്. ഈ ഏരിയ എന്ന് പറയുന്നത് രാജാക്കന്മാർ മാത്രം വരുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ പണ്ട് കാലത്ത് ഇതിലേ ഇങ്ങനെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഈ വെള്ളം പോകുന്ന സമയത്ത് മുകളിൽ നിന്ന് നാച്ചുറൽ ലൈറ്റ്, അതായത് ഇത് കണ്ട ഹോൾ ഇട്ടാണ് കണ്ട,
അപ്പോൾ ഇതിനകത്ത് വെള്ളത്തിലോട്ട് ഈ സൺലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഈ മുറി മുഴുവനും ബൾബ് ഇട്ട പോലെ വെട്ടം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ പഴയ ടെക്നിക്കൊക്കെ ഉണ്ട്. കാരണം റിഫ്ലക്റ്റ് ചെയ്യണം. ഇത്രയും വെട്ടം പോലെ പുള്ളി മാറി ഇപ്പോൾ ഡാർക്കായി. എൻ്റെ പൊന്നോ, ഭയങ്കര അല്ലേ. ഫേസിൽ നല്ല വെട്ടം അല്ലേ, ഫേസിൽ വെട്ടം അടിക്കണണ്ട. നാച്ചുറൽ ലൈറ്റിൽ ഫോട്ടോ എടുക്കാന്ന്. പക്ഷെ എൻ്റെ അമ്മ അടിപൊളി ഫോട്ടോ. ഇത് കുൻഫുവിൻ്റെ ഉണ്ട് ചെയ്തേക്കണം. കുൻഫു ഈ പില്ലർ മൊത്തം ഇതുപോലെ കുറേ സ്റ്റാച്ചുവിനെ കൊത്തി വെച്ചിട്ടുണ്ട്. കൃഷ്ണൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ പഴയ കന്നഡ ലാംഗ്വേജ് ആണ് ചെയ്തേക്കണം, കൊത്തി വെച്ചേക്കണം കണ്ടോ. അപ്പോൾ ഈ കാണുന്ന സംഭവത്തിൽ 5 പിക്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് കാണില്ല. ഇങ്ങനെ നോക്കുമ്പോൾ കണ്ട ഇത് തവളയാണ്. പിന്നെ ഇത് എന്ന് പറയുന്നത് സ്നേക്കും ശിവലിംഗമായിട്ടുള്ള ഒരു ഇതാണ് കാണുന്നത്. പിന്നെ ഈ സൈഡിൽ നോക്കുമ്പോൾ അമ്മക്കുരങ്ങ് കുഞ്ഞിന് പാൽ കൊടുക്കുന്ന രീതിയിലാണ് ഇങ്ങനെ കാണുമ്പോൾ. ഈ സൈഡിൽ നോക്കുമ്പോൾ ഹനുമാനാണ്. ഇത് കണ്ട ഹനുമാൻ ഫ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള കണ്ട. ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. മുയലിൻ്റെ ചെവി, അതുപോലെ ആനയുടെ തല, സിംഹത്തിൻ്റെ ഫേസ്, കുതിരയുടെ ശരീരം, പിന്നെ ഒരാൾ കുതിരേനെ ഓടിക്കുന്ന രീതിയിൽ മയില്. എൻ്റെ പൊന്നോ എന്തൊക്കെയല്ലേ. ഇതേപോലെ ഗൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ പിടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്തായാലും നമുക്ക് ഈ ഗൈഡിനെ എടുക്കണേ. ഇവിടെയുള്ള ഓരോ തൂണിലും ഇതുപോലെ കുറേ പ്രതിമകളാണ് കൊത്തിവെച്ചാണ്. ഇത് ദശാവതാരത്തിലെ പ്രതിമയാണ് ഈ കാണുന്നത് ഒരു ടെമ്പിളിൻ്റെ മിനിയേച്ചറാണ് കേട്ടോ. ഇതിനകത്ത് നോക്കി നിങ്ങൾ കുഞ്ഞ് ഹോൾ വരെ ഇതിനകത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതുണ്ടോ. അതായത് ഈ കാണുന്ന ടെമ്പിളില്ലേ, ഈ ടെമ്പിളിൻ്റെ മിനിയേച്ചറാണ് ഈ കാണുന്നത്. അതായത് ഈ ഹോളാണ് നമ്മളിപ്പോൾ കണ്ടത്. കണ്ട ഈ കാണുന്ന ഹോളാണ് അവിടെ ഇട്ട് വെച്ചേക്കണം. അത് വരെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് പീക്കോക്കാണ്, മയിലിൻ്റെ പടം, കുതിരയുടെ, അങ്ങനെ എൻ്റെ ഒരു വൺ സെറ്റപ്പാണ്ട. ഓ നൈസ്. ഇത് കണ്ട ഇരുമ്പിട്ട് കൊട്ടുന്ന സൗണ്ടാണ്, മ്യൂസിക്കാണ് കേൾക്കണത്. കണ്ട ഓ ഇത് വേറെ സൗണ്ട്. ഓക്കെ, അതിൻ്റെ കട്ടിക്കും ഈ സ്റ്റോണിൻ്റെ പ്രത്യേകത അനുസരിച്ച് സൗണ്ടിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതാണ് മ്യൂസിക്കൽ പില്ലേഴ്സ് ആണ്. അതിനകത്ത് കുട്ടിയെ പാട്ട് കേൾക്കും, അതാണ് അല്ല മ്യൂസിക് കേൾക്കും. ഇത് സഭാമണ്ഡപമാണ്, മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലം. നമ്മളിപ്പോൾ കണ്ട പോലത്തെ മ്യൂസിക്കൽ പില്ലേഴ്സ് അല്ലേ, അതിൻ്റെ ഒറിജിനൽ വെർഷൻ. അതായത് ശരിക്കും ഇതിനകത്ത് അടിച്ച് കഴിഞ്ഞാൽ നല്ല മ്യൂസിക് കേൾക്കും. പക്ഷേ ഇപ്പോൾ നോട്ട് അലൗഡാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് കൊട്ടി വെക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ അവിടെ അപ്പുറത്ത് പോയിട്ട് വേറെ കൊട്ടി വെക്കിയത്. ശരിക്കും സൗണ്ട് കേൾക്കുന്നത് ഇതിനകത്താണ്, നല്ല സൗണ്ട് കേൾക്കുന്നത് ഈ കാണുന്ന സ്ഥലത്ത്. അതുപോലെ തന്നെ ഇവിടെ കുറേ പിക്ചേഴ്സ് ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ പേർഷ്യൻസും അതേപോലെ യൂറോപ്യൻസൊക്കെ ഇവിടെ കച്ചവടത്തിന് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിളാണ് ഈ കാണിച്ചത് കേട്ടോ. ഇതൊരു കച്ചവട കേന്ദ്രം കൂടി ആയിരുന്നല്ലോ. പണ്ട് ബാർട്ടർ സിസ്റ്റം ഒക്കെ ആയിരുന്നു, അതായത് ട്രേഡിങ് റൂട്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ദൂരെ ഒരു മലയുടെ മുകളിലൊരു അമ്പലം കാണാം, ഒരു ഓറഞ്ച് ഇത് കണ്ടോ. അത് ആഞ്ജനേയ ടെമ്പിളാണ്, അതായത് ഹനുമാൻ്റെ ക്ഷേത്രമാണ്. അതിനൊരു പ്രത്യേകത ഉണ്ട്, ഹനുമാൻ ജനിച്ച സ്ഥലം ഇതാണ് കണ്ട. ഹനുമാൻ്റെ ബർത്ത് പ്ലേസ് ആണ് കാണാം. അപ്പോൾ അവിടെ ഒരു ആഞ്ജനേയ ക്ഷേത്രമുണ്ട്. അത് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം കണ്ട. അത് കുറേ സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. ആ സ്റ്റെപ്പൊക്കെ കയറി വേണം ആ അമ്പലത്തിലേക്ക് എത്താൻ. നമ്മളെ ഏകദേശം 100-250 പേരുള്ളതിൽ നമ്മൾ 10 പേര് വെച്ചിട്ട് ഗ്രൂപ്പായിട്ടാണ് നടക്കണം. പേരൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തോ? സ്ഥലം എവിടെ? പന്തളം. പേരെന്താ? ലീന. സ്ഥലം പന്തളം ആയിരിക്കുമല്ലോ, ഭാര്യ ഭർത്താവാണ്. പേര് ഡെയ്സി. കാരക്കാര അടുത്ത് തന്നെ. ഓതറ അതെവിടെ സ്ഥലം? ചെങ്ങന്നൂർ. അങ്ങനെ സ്ഥലം ഉണ്ടോ? നല്ല ആദ്യമായിട്ടാണല്ലോ. പേര് ശിവാനന്ദം. മധുരയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പോയത് വിറ്റാള ടെമ്പിൾ ആയിരുന്നു. അവിടെ നിന്ന് കുറച്ചും കൂടി മാറിയിട്ട് ക്യൂൻസ് ബാത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. അതായത് ഈ റാണിമാരൊക്കെ കുളിച്ചുകൊണ്ടിരുന്ന വെച്ച സ്ഥലമില്ലേ, അതാണ്. ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് വന്നേക്കണ്ട. ഈ ഹംപിയിൽ വന്നാണ്ടല്ലോ പലതും പല സ്ഥലത്താണ്. നമ്മൾ വണ്ടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം. 5 കിലോമീറ്റർ 7 കിലോമീറ്റർ 2 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മാറിയിട്ടൊക്കെയാണ്. പല സ്ഥലത്തായിട്ടാണ് ഈ സ്പോട്ടുകൾ ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഒറ്റ ടിക്കറ്റ് എടുത്താൽ മതി, നമുക്ക് എല്ലാ സ്ഥലത്തും എൻട്രി കിട്ടും. അപ്പോൾ ഈ കാണുന്നതാണ് ക്യൂൻസ് ബാത്ത്, അതായത് അന്നത്തെ രാജ്ഞിമാരൊക്കെ കുളിച്ചിരുന്ന സ്ഥലമുണ്ട്. കാണാം സ്വിമ്മിംഗ് പൂളാണ് അത്, രാജാവിൻ്റെ കാലത്തല്ലേ. ഇവിടെ സ്ത്രീകൾ മാത്രമേ വരുള്ളൂ എന്നാണ്. വെള്ളം പോകാനുള്ളത് വരുന്നത് ഏതിലാണോ? ചേട്ടൻ്റെ പേരെന്താ? വത്സരാജ്. വീട് കണ്ണൂരാണ്. ഓക്കെ. എവിടെ പോയാലും നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കണ്ടേ സന്തോഷം. ഓക്കെ. ഇത് നമ്മുടെ ഇപ്പോൾ ഉലാറയിലുള്ളതല്ല കേട്ടോ, ഇത് വേറെ ട്രിപ്പ് പോകുന്നതാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ശരി. ഓക്കെ. അപ്പോൾ പടവുകൾ ഇതിലെയാണ്. ഇതിലെ ഇങ്ങനെ ഇറങ്ങി വേണം അതിനകത്ത് കുളിക്കാമെന്ന് തോന്നുന്നു. വെള്ളം വരുന്ന ഭാഗം കാണിച്ചില്ല കേട്ടോ. അതായത് ഇതുണ്ട്, ഇതിൽ കൂടി ഇങ്ങനെ വെള്ളം വീഴും. ഇവിടെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ താഴെ വീഴും. ഈ ഭാഗം കണ്ടോ,
അപ്പോൾ ഇതാണ് പണ്ട് രാജ്ഞിമാർ കുളിച്ചിരുന്ന സ്ഥലം. ഇവിടെ ശരിക്കും ഒരു അരമണിക്കൂർ പോലും ഇല്ലാന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാന്നുള്ള ഇതുള്ളൂ ക്യൂൻസ് ബാത്ത്. അപ്പോൾ സമയം ഏതാണ്ട് 2 മണിയാകുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് സ്ഥലത്തേക്ക് വന്നേക്കാണ്. ഇതെല്ലാം ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ. ഓരോ സ്ഥലത്ത് ഹോട്ടൽ, ചിലപ്പോൾ ഹോട്ടലായിരിക്കും, നമ്മൾ ട്രെയിനിലാണെങ്കിൽ ചിലപ്പോൾ ട്രെയിനിലായിരിക്കും. അങ്ങനെ ഓരോ സ്ഥലത്തെ സാഹചര്യങ്ങളനുസരിച്ച് ആ ഭാഗത്തൊക്കെ ആയിരിക്കും നമുക്ക് ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ചെറിയ ഉടുമ്പല്ല, കുഞ്ഞുടുമ്പ്. അറിയണില്ലല്ലേ? അയ്യോ, ആ മരത്തിന്റെ അതേ കളർ. ഇത് കണ്ട, ഇതെന്താ സംഭവം എന്ന് അറിയാമോ? ഈ ലോട്ടസ് ടെമ്പിൾ എന്നൊക്കെ പറയുന്ന എന്റെ തൊട്ടടുത്ത് തന്നെ എലിഫന്റ് സ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ടത്. അതായത് വിജയനഗര സാമ്രാജ്യത്തിലെ ആനകളുടെ ഷെൽട്ടറാണ് ഈ കാണുന്നത്. ഇതിന്റെ ഉള്ളൊക്കെ അടിപൊളിയാണ്. ഇത് കണ്ട, അപ്പുറം ഇപ്പുറമൊക്കെ പോകാനായിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് മാത്രം പോകാനുള്ള ചെറിയൊരു കവാടമുണ്ട്. ഇതെല്ലാം കരിങ്കല്ലുണ്ടാക്കിയതാ. എന്താ, ഒരു കാലത്ത് ആനകളൊക്കെ തകർത്തോണ്ടിരുന്ന സ്ഥലമാണ്. ഒരു കാലത്ത് ആനകളൊക്കെ തകർത്ത് നടന്ന സ്ഥലമാണെന്ന്. ആനയുടെ വീട് വരെ എന്ത് ഭംഗിയാ. ഇന്നത്തെ കാലത്ത് ആനക്ക് വേണ്ടി ഒരു ഷെൽട്ടർ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. വെറുതെ അറിയാനാണ്. പണ്ട് കാലത്തെ ആൾക്കാർ ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെയാണ്. അത് വെറൊരു ആനയുടെ ഷെൽട്ടറാണെന്ന് ഓർക്കണത്. ആനേനെ താമസിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആനക്ക് നിൽക്കാനുള്ള ഒരു ഷെൽട്ടർ, അത്രേ ഉള്ളൂ. അതൊക്കെ എങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണം നോക്കി. ചെറിയ കാര്യങ്ങൾ പോലും ഭയങ്കര ഭംഗിയിലാണ് ചെയ്യണം. പണ്ടുള്ള ഒരു പൊളിയാണ്. അപ്പോൾ ഈ കാണാനാണ് ലോട്ടസ് മഹൽ. ആ പേര് പോലെ തന്നെ ദൂരെന്ന് കാണുമ്പോൾ ഒരു താമരയുടെ ഷേപ്പിൽ ഇത് കാണുന്നതുകൊണ്ട് ഇതിനെ ലോട്ടസ് മഹൽ എന്നാണ് വിളിക്കണം. ഇത് അന്നത്തെ കാലത്ത് രാജ്ഞി താമസിച്ചിരുന്ന ഒരു മഹലാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ 4 ബെഡ്റൂംസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നാച്ചുറലായിട്ടുള്ള AC സംവിധാനം ഉണ്ട്. അന്നത്തെ കാലത്ത് അങ്ങനത്തെ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊരു ഇന്തോ ഇസ്ലാമിക് സ്ട്രക്ചറാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ലൈം സ്റ്റോൺ വെച്ചിട്ടാണ് കേട്ടോ. ലോട്ടസ് മഹലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്ത് ഇവിടെ ഒരു സംഭവം കണ്ട. ഇതും ക്യൂൻസ് പാലസ് ആണ്, പക്ഷേ ബേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ കാണുന്നത് ജൽമഹലാണ്. അതിൻ്റെ മുകളിലോട്ടൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ബേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ ചുറ്റും എനിക്ക് തോന്നുന്നു ജൽമഹലിന് പേരുള്ളതുകൊണ്ട് ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നിരിക്കാം. ഇന്നിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ബേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കന്നഡയിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഉണ്ട്. അതേപോലെ തന്നെ കണ്ണ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംവിധാനമുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയേക്കാണ്. ഇത് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളായതുകൊണ്ടാണ് നമ്മുടെ വിസിറ്റ് ചെയ്യാൻ കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ഇത് കുറേ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല 6 ദിവസങ്ങളെടുക്കും എല്ലാം കൂടി കണ്ടു തീരുമ്പോൾ. അപ്പോൾ ഈ കാണുന്നത് ബഡവലിംഗ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെമ്പിളാണ്. തൊട്ടിപ്പുറത്ത് തന്നെ നരസിംഹ ടെമ്പിളുണ്ട്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ശിവലിംഗം ഉണ്ട് കേട്ടോ. 3 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ്. ലക്ഷ്മി നരസിംഹ ടെമ്പിളാണ് ഇത്. ദശാവതാരത്തിൽ 4ാമത്തെ അവതാരമായിട്ടുള്ള നരസിംഹൻ്റെ ഒരു പ്രതിമ ഇവിടെ കാണാം. ഇതിനകത്ത് കുറേ മിസ്സിങ് ഉണ്ട് കേട്ടോ. കൈയൊക്കെ മിസ്സിങ് ആയി പോയിട്ടുണ്ട്. ഇതിന് 6.7 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ്. കുറേ ഭാഗങ്ങളില്ല. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വിരൂപക്ഷ ടെമ്പിളാണ്. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. ഇവിടെ ആനയുടെ ആശീർവാദം എടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. സമയം ഇപ്പോൾ 5:30 ഏട്ടാ. നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി. ഇനി നേരെ വണ്ടിയിലോട്ട് പോകണം. അതിന് സ്റ്റേഷനിലോട്ട് പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, വണ്ടി വിടുന്നു. അപ്പോൾ രാത്രി 9 മണി വരെ സമയമുണ്ട് നമുക്ക്. ഇവിടെ നോക്കിയാൽ നല്ല കളറാന്ന് നോക്കിയാൽ. ഈ ഒരു കൊച്ചിടുന്ന നോക്കി, തണ്ണിമത്തൻ്റെ കളർ കണ്ടോ, നല്ല റെഡ് കളർ. ഒരു കൊച്ചെടുക്കണ നോക്കി, അത് ചേച്ചിട്ട് വെച്ചാൽ തോന്നുന്നു. ചോളമുണ്ട്, ചോറുണ്ട്, എന്തൊക്കെയോ പൊരി. നമ്മളിങ്ങനെ പോകാൻ നേരത്തുണ്ടല്ലോ പല സ്ഥലത്തും കുറേ മോണിമെൻറ്റ്സ് ഇങ്ങനെ കാണാം കേട്ടോ. റോഡ് സൈഡിൽ മൊത്തം പണ്ടത്തെ കേസ് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. പണ്ട് ഈ ഒരു സാമ്രാജ്യമായിരുന്ന സമയത്തൊക്കെ എന്തായിരുന്നിട്ടുണ്ടാവും അല്ലേ ഇതൊക്കെ. കാളയുടെ പുറത്ത് ഹമ്പ് കണ്ടോ, എൻ്റെ പൊന്നത് കണ്ടത്. അപ്പോൾ ഇതാണ് ഹംപിയിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ. ഹൊസാപെട്ടെ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ ഇവിടെയാണല്ലോ വന്നിറങ്ങിയ. സമയം ഇപ്പോൾ 6 മണിയായി. ട്രെയിനിൽ നമുക്കിനി 9 മണിക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫുഡ് ഇവിടെ തന്നെ ആയിരിക്കും. നമ്മുടെ ഫുഡാണ് ഇറക്കിക്കൊണ്ടിരിക്കണം കണ്ട.
ഇവിടുത്തെ സ്റ്റാഫാണ്, ഉലാറയിലിൻ്റെ സ്റ്റാഫാണ്. അപ്പോൾ ഇനി ട്രെയിൻ വന്നെ വരെ നമുക്ക് ഇവിടെ പോസ്റ്റാണ്. അപ്പോൾ ഫ്രഷപ്പ് ആവാനായിട്ട് ഒന്നില്ലെങ്കിൽ ഇവിടെ അടുത്തുള്ള ഇത് എടുക്കേണ്ടി വരും, നമുക്ക് സ്വന്തമായിട്ട് എടുക്കണം. അല്ലെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഫ്രഷപ്പ് ആവാനുള്ള ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ വൃത്തിയൊക്കെ ഉണ്ടാകുന്ന നോക്കട്ടെ ഏട്ടാ. ഇവിടെ വന്നപ്പോൾ നമ്മുടെ ട്രെയിൻ ഇവിടെ കിടപ്പുണ്ട്, പക്ഷേ 9 മണിക്കേ പോവുള്ളൂ. ഇവിടെ വെയിറ്റിംഗ് റൂം ഉണ്ട് കേട്ടോ, ജെൻസിനും ലേഡീസിനും. അവിടെ ഫ്രഷപ്പ് ആവാനുള്ള സൗകര്യമുണ്ട്, കുളിക്കുകയും ബാത്റൂമിൽ പോകാൻ അവിടെ നിന്ന് ചെയ്യാം. നമ്മുടെ ട്രെയിൻ പുറപ്പെടാൻ സമയമായിട്ടില്ല, 7:30 ആയിട്ടുള്ളൂ. ഭക്ഷണം ഇവിടെ തന്നെയാണ് കേട്ടോ. ട്രെയിനിൽ ഒരു 8 മണി കഴിയുമ്പോഴേക്കും ഭക്ഷണം വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ട്രെയിനിലോട്ട് കയറി. ഇവിടുന്ന് രാത്രി 9 മണിയാകുമ്പോൾ ഇവിടുന്ന് പുറപ്പെടും. നാളെ ഹൈദരാബാദിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിലായിരിക്കും. ഭക്ഷണം വന്നിട്ടുണ്ട്, ഇനി കഴിക്കട്ടെ. ഇനി കുറച്ച് എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെ കുത്തിട്ട് ചാർജ് ആവുന്നുണ്ട് ഭാഗ്യം. നമ്മളിപ്പോൾ ഉള്ളത് സെക്കന്ദരാബാദാണ് കേട്ടോ. ഹൈദരാബാദ് കറങ്ങാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. ട്രെയിൻ ഇടയ്ക്ക് ലേറ്റൊക്കെ ആവാറുണ്ട്. അപ്പോൾ ഒരു 7 മണിക്കൂർ, നമ്മൾ രാവിലെ 7:30 ഇവിടെ എത്തേണ്ടതായിരുന്നു, പക്ഷേ 12 മണിയായിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാമോജി സിറ്റി ആയിരുന്നു കാണാതിരുന്നേച്ചത്. അത് മാറ്റിയിട്ട് നമ്മൾ സിറ്റി ടൂറിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഉച്ച തൊട്ട് വൈകുന്നേരം വരെ സമയം കിട്ടുള്ളൂ. ഇതാണ് എൻ്റെ വണ്ടി, 2ാം നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നമ്പർ നോക്കി കയറാം. ഇതേപോലെ 5-6 വണ്ടിയുണ്ട് കേട്ടോ.